കല്യാണത്തിന് വന്നില്ല, എന്നിട്ട് അവൻ കിടന്ന് വിളിക്കുക. ഇവിടുത്തെ വിശേഷം അറിയാൻ വേണ്ടിയായിരിക്കും. എന്താണ് ശിവേ? ഹലോ ഡാ. ആ പറയടാ. എന്തുകൊണ്ടാ വിശേഷം? എന്തൊക്കെയായി? നിന്നെ ഞാൻ കല്യാണം വിളിച്ചില്ല. നീ എന്നിട്ട് എന്താ കല്യാണത്തിന് വരാന്നേ? നീ എന്നെ വിളിച്ചില്ലല്ലോ. ഇവിടെ വിളിച്ചില്ലെങ്കിലും കല്യാണത്തിന് വരണമെന്ന് അറിയത്തില്ലയോ? ഇവിടെ പണ്ട് നമ്മൾ എത്രയോ കല്യാണത്തിന് വിളിക്കാതെ പോയിട്ടുണ്ടോ? അതുപോലെ നീ കയറി വന്നാൽ പോരായിരുന്നു. ആ എന്ന് പറഞ്ഞ അങ്ങനെ പോകാനിരിക്കുവന്ന് ഞാന്. ഓ ഉടനെ അങ്ങനെ വന്നാ പറയുന്നത്. എലിപ്പനി 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ നോക്കിയത് നിന്നെയാ. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എടാ നീ വിളിക്കാതിനോടല്ലേ ഞാൻ വരാഞ്ഞത്. അങ്ങനെ എടാ നീ എന്റെ കല്യാണത്തിന് നീ വരുവോ? ഞാൻ വരും. നാണമില്ലടാ വിളിക്കാത്ത കല്യാണത്തിന് വരാൻ. നിനക്ക് നാണമില്ലല്ലോടാ വിളിക്കാത്ത കല്യാണത്തിന് വരാൻ. പറച്ചിലാടാ ഈ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഭയങ്കര വിഷയം. നിനക്ക് അറിയത്തില്ല എന്റെ അമ്മാവിന്റെ കാര്യം. ആ കട്ടിലിന്റെ കാര്യമാണോ? കട്ടിൽ ഇവിടെ ഒന്നും പറയണ്ട. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ കുടുംബത്ത് ഒരാണൊരുത്തൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പുരയിടത്തുള്ള വൃക്ഷം വെട്ടി കട്ടിൽ കെട്ടി അതിനകത്തേ കിടക്കാമെന്നാണ് അമ്മാവൻ പറയുന്നത്. അല്ലെങ്കിൽ അമ്മാവിന് ദോഷമോ മരണം വരെ സംഭവിക്കുന്ന പറയുന്നത്. എനിക്കറിയാമോ ഇങ്ങനെ കുറെ ചിട്ടാവട്ടങ്ങൾ. രാവിലെ പോയിട്ടുണ്ട് കട്ടിലും കൊണ്ടുവരാനെ കൊണ്ട്. എടാ വരുവോ? വരും. ഒരു 10,000 രൂപ എന്റെ അക്കൗണ്ടിലൊന്നും ഇടാ. അവിടെ പൈസ ഇല്ലടാ. റേഞ്ചും ഇല്ല. ഹലോ 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 ഒരുപാട് ദൂരം വന്നു നമ്മളല്ലോ. ദേവിച്ചേട്ടൻ ചൂള പഠിച്ച് നല്ല സൗണ്ട്. ഒന്നടിച്ചേ. എനിക്ക് ഇത്രേ ഉള്ളൂ. ഒന്നടിച്ചേ. അടുത്ത ഞാനേ. അടുത്ത ദേവിച്ചേട്ടൻ. അല്ല ഇവിടെ എന്തോത്തിന് വന്നതാ? അമ്മ കട്ടിൽ പണിയുണ്ട്. എനിക്കിട്ട് പണിയാനല്ലേ നടക്കാങ്ങോട്ട്. കാലത്ത് ഇതുകൊണ്ട് എന്നെ കൊണ്ട് ചുമ. അയ്യോ മോനെ, ഇത് കട്ടില് പണിയാനുള്ളതല്ലയോ? കട്ടില് പണിയാ? അപ്പൊ ഇതൊരു പണിഞ്ഞില്ലേ? ഇത് ഇല്ല. ഇതൊക്കെ എപ്പം പണിയാനാ? ഇപ്പൊ പണി പ്രഗത്ഭനായ മേശരിയല്ലയോ? പോന്നു ഇങ്ങോട്ട് വാ മേശരി. ഇവിടെ ഇടത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കല്യാണം കഴിച്ച് വീണു നാളെ രാവിലെ 8 മണിയാകുമ്പോൾ അവള് ഗൾഫിന് പോകും. 8 മണി ഗൾഫിന് പോകുമ്പോൾ ഇവിടെ 6 മണിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് പോകും. അതിന്റെ മുമ്പ് ഇവിടെ ശാന്തി മുഹൂർത്തം നടത്തണം. നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലയോ? ഞാൻ പറഞ്ഞു കൊടുക്കാം. മേശരി ഇങ്ങോട്ട് വാ. ഞാൻ പറയാം. ഈ പുള്ളി എന്നോടൊന്നും പറഞ്ഞില്ല. ഇതുവരൊന്നും പറഞ്ഞില്ല. കാരണം ഈ തടി ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലുണ്ടായിരുന്നു. ഇത് പണിയാൻ സുഖമായിട്ട് പണിയാന്ന് പറഞ്ഞപ്പോ ഈ മൈഗ്രെയിൻ്റെ തലവേദന വന്നിട്ട് ഞാൻ ആകെ പട പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ പണിക്ക് പോകാതെ വീട്ടിൽ ഞാൻ 3 ദിവസം അങ്ങനെ മെനക്കെട്ടില്ല. ആ സമയത്തേക്ക് പണിയായിരുന്നല്ലോ. ഇതിപ്പോ വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. മേശരി, ഞങ്ങളുടെ വീട്ടില് ഒരു ചെറുക്കന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അതിനൊരു ശാന്തി മുഹൂർത്തമുണ്ട്. അത് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ അയ്യത്ത് നിൽക്കുന്ന തേക്ക് വെട്ടി അത് കട്ടിലുണ്ടാക്കി അതിനകത്ത് വേണം ഇത് നടത്താൻ. വാശിയുടെ ഒന്നും കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, പെട്ടെന്ന് ഇത് പണിയണം. അത് പണിതില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവാന്ന്. അയ്യോ, ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 75 വയസ്സ്. ആ തേക്ക് അവിടെ നിക്കത്തില്ലായിരുന്നു. പെട്ടെന്ന് പണിയണേ, ഞാൻ ഉള്ള സമയം പോവാണേ. സംഭവം ഇതുപോലെ നമ്മൾ അറിയുന്നില്ലല്ലോ. അവള് വിളിയും കേൾക്കുന്നില്ല. അമ്മാവാ മേശരി ഇപ്പൊ തരാ. മേശരി, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പറങ്കാവിനകത്ത് കട്ടില് പണിഞ്ഞാൽ നിൽക്കുവോ? പിന്നെ കേടാകത്തില്ലയോ? സംശയം എന്തോ? അപ്പൊ വറവന് കൊള്ളത്തില്ലേ? കൊള്ളാം. ഇന്ന് കത്തുവോ? അത് എനിക്കറിയത്തില്ല. നിങ്ങൾ എവിടെ ഒരിടത്ത് നിന്ന് പറ, അവര് ശരിയാക്കാൻ നോക്കുള്ളൂ. സമയം പോയിക്കൊണ്ടിരിക്കുവോ? പെട്ടെന്നാവട്ടെ. മേശരി ഒരു കാര്യം കേൾക്കണോ? പത്തനാപുരത്ത് കടക്കാൻ വേണ്ടി ഞാൻ ഒരു പെണ്ണ് കണ്ടേ. എന്നിട്ട് ആ പെണ്ണിന്റെ നാൾ പുള്ളിക്കാരന് പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് ആ കല്യാണം പുള്ളിക്കാരൻ അങ്ങ് മുടക്കി. കൊച്ചിന്റെ നാളെന്തുവാ? അതെന്ത് പറയുന്നത്? രോഹിണി കഴിഞ്ഞൊരു നാളുണ്ടല്ലേ? അതാ എന്റെ വായിക്കകത്ത് കിട്ടാത്ത. അത് ചിലപ്പോ എനിക്കും കിട്ടത്തില്ല. ഇപ്പൊ എങ്ങനെ പറഞ്ഞു തരാം? നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആന്നോ? അല്ല, ഞാൻ കുഞ്ഞുങ്ങളെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇത്തിരി പ്രായമൊക്കെ ആയി കേട്ടോ. എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റും കുറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം. അത് ശരി. നിനക്ക് മനസ്സിലായോ? തെറ്റിക്കാനുള്ള പരിപാടിക്കാ നേരത്തെ മുൻകൈ അങ്ങ് എടുക്കുക. പണിഞ്ഞ് കേറ്റിക്കോളെ ഉള്ള കാര്യം ഞാൻ പറയാം. കൺട്രാക്ട് വന്ന് വഴക്ക് പറയുവേ. എനിക്ക് ഞാനിപ്പോ റെഡിയാക്കി തരാം. ഇതെന്തൊരു ഇടപാടാ? എന്റെ പൊന്നു മേശരി, അമ്മാവന്റെ കൂടെ ഇന്നാ ഞാൻ വളർന്നത്. എന്റെ അച്ഛൻ അങ്ങ് ഗൾഫിലായിരുന്നു. എന്റെ അച്ഛൻ കല്യാണത്തിന് പോലും വന്നില്ല. ഈ അമ്മ ഒറ്റൊരുത്തം കാരണം. അത് ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ അച്ഛൻ ഇത്തിരി മറവിയുള്ളതാ. ഞാനും പുള്ളിക്കാരനൂടെ ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് പോവാ, നിങ്ങൾ അങ്ങ് വരണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരന് മറവി ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരന്റെ പാസ്പോർട്ട് ഞാൻ എടുത്തോണ്ട് വന്നു. അതൊരു തെറ്റാണോ മേശരി? ഒരിക്കലും തെറ്റല്ല. അതൊരിക്കലും ഒരു തെറ്റല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ ചെറുക്കനെ ജവിച്ചാരനെ ഉപദ്രവിക്കുമല്ലോ ചെയ്തിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞ് എന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതെന്താ താമസിക്കുന്ന ഞാൻ ആലോചിക്കുന്നു. അതുപോലത്തെ നാശം ഇയാള്. ഒന്നാമത്തെ കാര്യം വേറെ സംഭവമുണ്ട്. ഈ എന്റെ കല്യാണം നാളിന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഈ അമ്മാവൻ പറയുന്നു. ചെറുക്കന്റെ നാളെന്തുവാ? ചെറുക്കൻ പറഞ്ഞില്ല. മാങ്ങാച്ചാറെന്നാണ് പേര്. ഞാൻ പറഞ്ഞു കേൾക്കണം. ഈ നാളിന്റെ പ്രശ്നം കാരണം പെണ്ണിന്റെ തന്ത കല്യാണത്തിന് എതിരായിരുന്നു. അത് ശരി. പിന്നെ ഞാൻ അവസാനം ഉരുളി കമഴ്ത്തിയ കല്യാണം നടത്തിയത്. ഏത് അമ്പലത്തിൽ? അമ്പലത്തിലല്ല,
പെണ്ണിന്റെ വീട്ടിൽ വലിയൊരു ഉള്ളി ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ ഞാൻ അങ്ങ് കമത്തി വെച്ചിട്ടാ ഈ കല്യാണം നടത്തിയത്. ഉള്ള കാര്യം അറിയാമോ? അങ്ങനെ സർക്കാർ ജോലിക്കാരനാ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തെന്തോ ജോലി? പിന്നെ സൂപ്പർ ജോലിയല്ലേ. തകതയിലാരാ? നാടൻ പാട്ടുകാരനാണോ? നാടൻ പാട്ടുകാരനാണോ? താലൂക്ക് ഓഫീസിൽ അത് ഇരിക്കുന്നത്. തകച്ചിൽദാരാ. അത് പറയാനാ പെട്ടെന്നാട്ടെ ചെയ്യാന്ന് പറഞ്ഞ ഇത് പറഞ്ഞ കാലിനെന്താ സംഭവിച്ചാ? വെരിക്കോസ് ആയിരുന്നു, മാറി. നിങ്ങളെ കാര്യമല്ലേ, കട്ടിലിന്റെ കാലിന് എന്താ സംഭവിച്ചാ? അത് കുഴപ്പമില്ല, അടിച്ചുകൂടി തന്നാ പോരെ. ഈ 4 കാല് നിങ്ങൾ പണിയത്തില്ലേ? പണി. എന്നിട്ട് ഒരു 4 പട്ടിയൽ വേപ്പോട്ട് അടിച്ചു വെക്കണം. 4 കാലിന്റെ സൈഡിലോ? അതെ അതെ. അതെന്തിനാ? വലയിടാനാ. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന റംബൂട്ടാനാണോ? പിന്നെന്തിനാ ഇടുന്നത്? പൊതു പ്രശ്നമാന്ന്. കൊതുക് പ്രശ്നമാണോ? ആ. കട്ടിലെ കിടക്കാനോ? അതല്ല, നെറ്റിന്റെ പ്രശ്നം. കൊതുകിന് വരെ നെറ്റോ? നെറ്റ് കെട്ടില് കൊതു കുത്തി പല അസുഖങ്ങളാണ് വരുന്നത്. അത് വരും. അതുകൊണ്ടാണ് നിങ്ങളത് കാര്യം പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ ചുമന്ന് കിടക്കുന്നത്. ജോ, എന്റെ പൊന്നുമോനെ അതൊന്നും പറയണ്ട, വലിയൊരു സംഭവം. അസുഖമൊന്നും അല്ല. പിന്നെന്തുവാ മോനെ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഈ KSRTC ബസ് സ്റ്റാൻഡ് എത്ര എണ്ണം കാണും? ഒരു 150 എണ്ണെങ്കിലും കാണണം. ഉണ്ടല്ലോ. ഇതിലേതോ ഒരു ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പരയിൽ എന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചു. നിരന്തരം കോള് വരുവാ. അത് കാരണം ഈ രാത്രി 10 മണിക്ക് ശേഷമുള്ള കോള് ഞാൻ എടുക്കത്തില്ല. പക്ഷെ ഞാൻ മേസിനെ 10 മണിക്ക് വിളിച്ചപ്പോ മേസിനെ എടുത്തല്ലേ. ട്രൂ കോളേജ് രമണീന്നാ കണ്ടത്. പിന്നെ എടുക്കാതിരിക്കോ? ഈ സിമ്മാരാ? അത് എന്റെ പെണ്ണുപിള്ളയുടെ ഫോൺ ഉപയോഗിക്കുന്നാരാ? ഞാനാ. അവിടെ എനിക്ക് പാളിച്ചല്ലേ ഉണ്ടായത്. പെട്ടെന്ന് പണിയാൻ പറ. രമേ, അവള് വെളിയേക്കുന്നില്ല. അമ്മാവോ, മേസിന് ഇപ്പൊ തരാം. തരണേ. തരാമെന്ന് ഞാനല്ലേ ഏറ്റത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇപ്പം കേറി പോയി കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരത്തുള്ളൂ. ആണോ? 2 വർഷം കഴിഞ്ഞു. ആ, ഇങ്ങോട്ട് പോവലും. നിന്നെ ആന്നാ വിളിച്ച? നീ ഇങ്ങോട്ട് വരാൻ. എന്നെയാന്ന് വിളിച്ച? എന്തുവാ? നമ്മുടെ 7ാം മാസത്തിലേ വയറ് കാണൽ ചടങ്ങിന് പോണ്ടേ? പോണം. അതിപ്പോ ഇത്രയും പേര് വേണം? 10-15 പേര് വിളിച്ചോണ്ട് പോയ പോരെ? 10-15 പേരോ? പിന്നെ ഈ കല്യാണത്തിന് എത്ര പേരെ വിളിച്ച്? കല്യാണം 100-150 പേരുണ്ടായി. എടാ, അതിന്റെ ഡബിൾ ആൾക്കാർ വേണം പോവാൻ. അങ്ങനെയൊക്കെ ചടങ്ങുണ്ടോ? പിന്നെ അത് മാത്രമല്ല, അങ്ങ് ഗൾഫിലല്ലേ പോണ്ടേ? നമുക്ക് പ്ലെയിൻ വിളിക്കണ്ടേ? നിങ്ങൾ അവിടെ ഇങ്ങനെയൊക്കെ ചടങ്ങുണ്ടോ ഈ പറയുന്നതൊക്കെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് പാനാ? 300 പേരെങ്കിലും. 300 പേര്. നിങ്ങൾ എന്തോ വിട്ടികളാ? 2 ഫ്ലൈറ്റ് തികയുമോ? ഒരു 5-8 ഫ്ലൈറ്റ് വിളിച്ചു കൂട്ടുന്നേ. അത്ര പേര് അവിടെ ചെന്നിറക്കാം. അത് തന്നെയല്ല, നമ്മൾ ഈ പറയുമ്പോൾ അവിടെ ചെന്ന പടപടാന്ന് ട്രെയിൻ ഫ്ലൈറ്റ് ഒന്നും താക്കാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. അതാണ് കാര്യമുണ്ട്. അതുകൊണ്ട് മര്യാദക്ക് അവിടെ നിന്ന് പണിയാൻ നോക്ക്. ഞങ്ങളുടെ കുടുംബക്കാരും സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കും. ഇതൊക്കെ ഇവിടെ എന്തോ പിരിഞ്ഞു. ഇവിടെ എന്തോ പിരിഞ്ഞു. ഒരു ഗ്ലാസ് പാല് പിരിഞ്ഞതായിരിക്കുന്നു ഇവിടെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതൊക്കെ ചോദിക്കാൻ ഞാനല്ലേ ഇവിടെ. എന്താ ചോദിക്കാത്തെ? ആഴ്ച കഴിയട്ടെന്ന് വിചാരിച്ചിരിക്കുക. അല്ല മോനെ, ഇവിടെ എന്തോ പിരിഞ്ഞ്. മിക്കവാറും നമ്മൾ രണ്ടും കൂടെ പിരിയും. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞു. കട്ടില് പണിഞ്ഞ് നിങ്ങൾ ഏത് ഭാഗത്ത് ഇടാനുള്ള പരിപാടിയാണ്? കട്ടിൽ എവിടെ ഇടാ നോക്കട്ടെ. മേസ്തിരി ഇങ്ങോട്ട് വാ. മേസ്തിരിക്ക് കാര്യങ്ങൾ അറിഞ്ഞൂടെ? അറിയാം. എന്നാ പറഞ്ഞ നമുക്ക് പടിഞ്ഞാറിട്ടാലോ? പടിഞ്ഞാറോ? വടക്കിടാ. എന്തിനാ വെറുതെ വടക്കിടുന്നത്? വടക്കിടുന്ന കാര്യമാണോ പറഞ്ഞേ? വടക്കോട്ടിടാന്ന്. അതിനൊക്കെ നല്ല. ഞാൻ അങ്ങനെ തെക്കോട്ട് എടുത്താലോ? എന്നെയാന്നോ? അല്ലെന്ന് കട്ടിലിന്റെ തല ഇങ്ങനെ തെക്കോട്ട്. മേസ്തിരി അങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഈ മുട്ട കണക്കറി അതിനകത്ത് തട്ടത്തില്ലോ? അത് തട്ടും. അങ്ങനെ ഒരു കാര്യം ചെയ്യും. എന്റെ പൊന്നു മേശരി, കട്ടിലിപ്പോ എങ്ങനെ കിടക്കുന്നത്? ഞാൻ പറയാം, ഇപ്പൊ ഇങ്ങനെ കിടക്കുവാ ഇത്. അങ്ങനെ കിടന്ന കുഴപ്പമുണ്ടോ? പിന്നെ പ്രശ്നമില്ല, അങ്ങോട്ട് നീക്കിയിടാലോ. ഒന്നാമത് ഈ വീട് വെച്ചതേ ദോഷം. സ്ഥാനം ശരിയല്ല. സ്ഥാനം അതാ ഞാൻ പറഞ്ഞത്. ഇത് അത് വന്ന് കയറിയപ്പോഴേക്ക് മനസ്സിലായി സ്ഥാനം ശരിയല്ല. ഇത് ആര് പറഞ്ഞു? ഇത് ശരിയല്ല, എനിക്കറിയാമല്ലോ. നിങ്ങൾക്ക് അറിയാം സ്ഥാനം നോക്കാൻ നോക്കേ. എനിക്കറിയാമോ നമ്മുടെ പാരമ്പര്യം. എന്റെ പൊന്നുമാനെ നിനക്കറിയാൻ വയ്യാത്തത് കൊണ്ടാ. ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉണ്ടല്ലോ, അത് നിശ്ചയിച്ചത് എന്റെ അപ്പൂപ്പനാ. പിന്നെ അല്ലാതെ അത് വരച്ച് ഇതിവിടെ മതിയെന്നും പറഞ്ഞിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ശ്രീലങ്കയെ കൂടെ കെട്ടി തൂക്കി കേട്ടോ. ഇത്രയും ചെയ്തത് എന്റെ അപ്പൂപ്പനാ. ആള് മോശം വന്നോ? അല്ല. പിന്നെ ഇത്രയും ചെയ്തപ്പോ ഒരു 10 രൂപ കാശ് കൊടുക്കാവോ? ആരാ? ഈ ഇന്ത്യക്കാര് കൊടുക്കണ്ടേ? കൊടുക്കണം. പിന്നെ അവിടെ നിന്ന് നടന്ന് കേരളത്തിൽ വന്ന് രാജേന്ദ്രന്റെ കടയിൽ നിന്നാ കട്ടൻ ചായ കുടിച്ചത്. അതും കടം. പിന്നെ അബദ്ധം പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞില്ല, പറ്റി. ടൈറ്റാനിക്കലിന്റെ ഏറ്റവും അടിപ്പടി ഇച്ചിരി കനം കുറഞ്ഞു പോയി. അത് ചെന്നൊന്നിടിച്ചു. അങ്ങനെ ഒരു സായിപ്പ് ശാപം കിടപ്പുണ്ട്. പിന്നെ എത്ര പേരാ മരിച്ചത്? അത്ര പാരമ്പര്യം. പണിയാൻ നോക്ക് രമേ. അവള് വെളിയേക്കുന്നില്ല. അമ്മാവോ, ഇപ്പൊ തരാമെന്ന് പറഞ്ഞില്ലയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനൊരു സംശയമായി ചോദിക്കുന്നത്. ഈ കട്ടിൽ നിങ്ങൾ എവിടെ ഇടുന്നു? പിന്നെ എനിക്ക് അതാ ഡൗട്ട്. എവിടെ ഇടുന്നു? എനിക്കറിയാമല്ലോ. കണക്കും കാര്യങ്ങളും അറിയുന്ന മേശരിയല്ലോ. മേശരി കിട്ടൂടെ? അങ്ങനത്തെ ഞാൻ ചോദിക്കാം. എന്തായാലും സ്ഥാനം ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യും. സമയം ഇത്ര 2 മണിയാവുന്നുണ്ട്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് ഗൾഫിൽ കയറി പോകാനുള്ളതാ. നിങ്ങൾ എങ്ങനെ പണിയാൻ നോക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇവളിപ്പോ ചെന്ന ഉടനെ അങ്ങ് വിളിക്കുവോ നിന്നെ? അല്ലെന്ന് അങ്ങോട്ട് വിളിക്കുവോ? ഞാൻ ഇപ്പോഴേ പോകത്തില്ല. ഇല്ല. പിന്നെങ്ങനെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? മേശരി, ഞാനൊരു കാര്യം പറയാം. എനിക്കാണെങ്കിൽ ഒരു വൈകാരികമുണ്ട്. എന്തുവാ പ്രശ്നം? എനിക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ കൂടുതൽ നേരം പറ്റില്ല. അത് മാത്രമല്ല, ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ടല്ലേ ഞാൻ വന്നത്. എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ വയ്യ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്നുണ്ട്. അതൊക്കെ
ഞാൻ മയങ്ങുവാന്നും പറഞ്ഞത് പണി ചെയ്യാതിരിക്കരുത്. ഇല്ലില്ല, കറക്റ്റായിട്ടും കൃത്യമായിട്ടും ആ ജോലി ചെയ്ത് അത് തീർക്കണം. ഞാൻ ചെയ്തു. പറഞ്ഞോട്ടോ. ആ. ഇല്ലെങ്കിൽ എന്റെ ചെറുക്കന്റെ ശാന്തി മുഹൂർത്തം നടക്കത്തില്ലേ ദൈവമേ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ആ. നമ്മളിവിടെ വന്നിട്ടേ ആ. ഈ ചെറുക്ക ഒരു പന്ന ചെറുക്കനല്ലയോ? എന്റെ ചെറുക്കനെ കുറിച്ച് അനാവശ്യം പറഞ്ഞത് മേശിരി എടുത്ത് എന്തോ ചെയ്തവായി. എന്തോ ചെയ്തെന്നോ? ആ. എടാ നമ്മളിവിടെ വന്നിട്ട് ഇത്രയും നേരമായി. ആ. എടാ ഒരു കട്ടൻ ചായ ഇടരുതോ? അതൊരു ശരിയാ. അല്ല ഞാൻ നിന്നോട് ചോദിക്കുക. എന്നോട് ഇത്ര പ്രായമായിരിക്കുന്നേ. പിന്നെ അതെന്താ ഇടാത്തെ? അത് ഇട്ട് തരും. അവനോട് പറഞ്ഞാൽ മതി. മേശിരി ഒരു കാര്യം ചെയ്ത് പണി ഞാൻ നോക്കും. ഞാൻ ഒന്ന് കിടക്കാൻ പോവാ. ഒന്ന് മയങ്ങിക്കോ. ആ. ഞാൻ വിളിക്കാം കേട്ടോ. വിളിക്കണം. ഓരോ സമയം തോടാ. ചെറുക്കന്റെ എല്ലാരും കിടന്നു. ശാന്തി മുഹൂർത്തം നല്ലതുപോലെ നടക്കണേ ദൈവമേ. ഓ പണിയുവാ. ആ. മേശിരിയേ ഇവിടെ ഉണ്ട്. അത് നടക്കട്ടെ. ആ ആ. മേശിരി ഓ എന്തുവായി? ഏഴര. അതല്ല കട്ടില് പണിഞ്ഞിട്ട് എന്തുവായെന്ന്? ഇല്ല ഒന്നും അതിങ്ങനെ കിടക്കുന്നു. ഇതുവരെ പണിഞ്ഞില്ലയോ? പണി എന്ന് പറഞ്ഞാൽ എനിക്കും ഇല്ലയോ ക്ഷീണമൊക്കെ? ആ എന്റെ ഫോൺ ഇത്രയും മിസ് കോൾ അടിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലയോ? എന്തോ പറ്റി? എന്തുവാ? അവള് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുവല്ലേ, അവിടെ ഫോൺ കിട്ടുന്നില്ല. കിട്ടുന്നില്ലയോ? അവിടെ അമ്മായും വിളിച്ചിട്ടുണ്ട്. എന്താ അമ്മയെ വിളിച്ചു വെച്ചെന്ത് പറഞ്ഞു? ഹലോ അമ്മായി, ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയി. കഥന് കുറ്റിയിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റിയില്ല. പോയോ അവള്? നിങ്ങൾ എന്തൊരു മേശിരിയത്? നേരം പണിയാൻ അവള് നേരം കയറി പോയില്ലയോ? നിങ്ങൾ പൈസ തരുന്നില്ലയോ? ഒരാഴ്ച മുമ്പ് നിങ്ങൾ കാര്യം പറഞ്ഞില്ല, ശരിയാക്കി തരണമെന്ന് പറഞ്ഞോണ്ട് ഗൾഫിന് പോയോ? ഗൾഫിന് പോയില്ലയോ? നിങ്ങളെ ചെറുക്കാൻ കിടന്ന് എന്നോട് ചൂടാകുന്നാണ്ടോ? ഈ തടി എന്റെ നേരത്തെ തന്നായിരുന്നു ഈ കുഴപ്പമുണ്ടായിരുന്നോ? ഞാൻ അതെന്നെ പറഞ്ഞു വെക്കത്തില്ലായിരുന്നോ? അമ്മാവാ മോനെ ഇപ്പൊ ശരിയാക്കി തരാം.